അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് എവിൽ നൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ബേസിക്കലി ഇത് എവിൽ നണ്ണിൻ്റെ ഒരു ആദ്യത്തെ വെർഷനാണ്, അതായത് ഒരു ഷോർട്ട് വെർഷനാണ്. ഇപ്പോഴത്തെ റീസെൻറ്റ് എവിൽ നൺ ഏതെന്ന് ചോദിച്ചാൽ എവിൽ നണ്ണിൻ്റെ ബ്രോക്കൺ മാസ്ക് ആണ്. അത് റീസെൻ്റ്ലി പ്ലേ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. അത് നമുക്ക് ഇത് ക്ലൗഡിൽ പോയി ഡൗൺലോഡ് ചെയ്യാനാണ് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു എവിൽ നണ്ണ് കളിക്കാം. അപ്പോൾ പ്ലേ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ഉണ്ട്, നോർമലുണ്ട്, പിന്നെ ഡ്രീം ഉണ്ട്, ഗോസ്റ്റ് ഉണ്ട്, ഈസി ഉണ്ട്, നോർമൽ ഉണ്ട്, ഹാർഡ് ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗോസ്റ്റ് മോഡിൽ ഏത് കളിക്കണം? ഓക്കെ ഗൈസ്, നമ്മൾ ഗോസ്റ്റ് മോഡിലാണ് നമ്മൾ കളിക്കുന്നത്. ദ നൺ കാൺട്ട് സീ യു, ആഡ്സ് വിൽ ബി ഷോൺ ഡ്യൂറിങ് ദി ഗെയിം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ഈ ഒരു ഗോസ്റ്റ് മോഡിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻട്രൊഡ്യൂഷനാണ് ഗൈസ് കേട്ടോ. ഇതൊന്ന് നിങ്ങൾ കണ്ടോ ഗൈസ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഈഗിൾ ജൂനിയർ ഹൈസ്കൂളിൽ നിന്നാണ് ഈ ഒരു സ്കൂളിൻ്റെ പേര്. ബേസിക്കലി അവരുടെ പേരൻസ് ഈ ഒരു സ്കൂളിൽ ചേർത്തേക്കാണ്. അപ്പോൾ ഇവരുടെ ഒരു പേര്, അതായത് ഈ ഒരു സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ മെർലിൻ ആണ്. ഓക്കെ, ആ സിസ്റ്ററല്ല ഇതിൻ്റെ കണ്ടോ, നമ്മുടെ ഈ ഒരു എവിൽ നണ്ണിൻ്റെ പേര് സിസ്റ്റർ മെർലിൻ ആണ് ഗേസ് കേട്ടോ. ഓക്കെ, നമ്മളെ തട്ടിയിട്ടു ഗേസ് കേട്ടോ. സിസ്റ്റർ മെർലിൻ ആണ്. പിന്നെ ഡ്രൈവർ, അതായത് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ പേര് സിസ്റ്റർ എലിസ എന്നാണ് പേര് ഗേസ് കേട്ടോ. എലിസാബത്ത് അങ്ങനെയൊക്കെ പറയാം ഗേസ് കേട്ടോ. സ്പെഷ്യലി ഈ എവിൽ നൺ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഒരു ഇതാണ് ഗേസ്. ഓക്കെ, അപ്പോൾ ഇവർ ക്രിസ്ത്യാനികളാണ് ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സൗണ്ടായെങ്കിൽ കുഴപ്പമില്ല ഗൈസ് കേട്ടോ. പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് മൂഡിലാണ് കളിക്കുന്നത് ഗൈസ് കേട്ടോ. ഗൈസ് കണ്ടോ, പൂജയാണ് ഗൈസ് കേട്ടോ. ഇവരുടെ ഒരു ഷേത്താൻ എന്ന് പറഞ്ഞ ഒരു ഇടുണ്ട് ഗൈസ് കേട്ടോ. ഇവർ ഷേത്താനെ പൂജ ചെയ്യുവാണ് കേട്ടോ. ഇവർ ഭയങ്കര യേശുവിനെ വിശ്വസിക്കുന്ന ഭയങ്കര ദൈവഭക്തരാണ് ഗൈസ് കേട്ടോ. ഓക്കെ, എവിൽ നൺ ആയെങ്കിലും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യം കാണിക്കുന്നു. ഇറ്റ്സ് പ്രൗഡ് ഓഫ് യു. അപ്പോൾ അവിടെ വലിയൊരു ഇത് പൂജിച്ച ഹാമറാണ് തോന്നുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, വട്ടായോ നന്ദിനി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് തുറക്കണം ഗൈസ് കേട്ടോ. ഓക്കെ, ഈ ഗെയിമിൽ സിമ്പിളാണ്. ഞങ്ങൾക്ക് ഒബ്ജക്ട്സ് ഒക്കെ കണ്ടുപിടിക്കണം ഗൈസ് കേട്ടോ. ഒബ്ജക്ട്സ് ഒക്കെ ഗൈസ് അയ്യോ ഷിറ്റ്. അപ്പോൾ ഗൈസ് എന്താ നടന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് താങ്ക് യു. അപ്പോൾ ഗൈസ് അങ്ങനെ ഈ ഒരു ഡോറ് തുറന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ അകത്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ പോവാം. ഓക്കെ, ഗൈസ് ഇവിടെ എവിൽ നിന്ന് CCTV ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് പൈസ. അയ്യോ പെട്ട് ഗൈസ് കേട്ടോ. ഈ ലോക്കാണ് ഗൈസ് ഈ ഒരു ഡോറ്. പെട്ടാ ഗൈസ്? പെട്ടില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു സന്തോഷ വാർത്ത, നമ്മൾ സ്കൂളിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് ഗൈസ് കേട്ടോ. സ്പെഷ്യലി ആ ഡോർ എങ്ങനെ തുറക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ താഴിടുക. താഴിടുമ്പോഴത്തേന് എവിൽ നണ്ണ് അവിടെ ഡോറ് തുറക്കും ഗൈസ് കേട്ടോ. അപ്പോൾ നണ്ണ് അവിടെ ഡോറ് തുറക്കുമ്പോഴത്തേന് എന്താ ചെയ്യും, നണ്ണ് ആ ഡോർ തുറക്കുമ്പോഴത്തേക്കും നിങ്ങൾ അകത്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ് ഗൈസ് കേട്ടോ.
ഇവിടെ ഒരാൾ ഇരിക്കും ഗൈസ് കേട്ടോ. ഇവിടെ ഉണ്ടാ. ഹേ ബ്രോ. ഓ ഇതിനായിട്ടില്ല ഗൈസ്. സമ്മർ ക്യാമ്പ് ടിക്കറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ. യു വിൽ ലേൺ പ്ലേയിങ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഫോർ ചിൽഡ്രൻ ഫ്രം. ഓ ഗൈസ് നമ്മുടെ സിസ്റ്റർ എലിസ ഇവിടെ വന്നിരിക്കുകയാണ്. എലിസ ആണോ എന്ന് പേര് അറിയത്തില്ല ഗൈസ് കേട്ടോ. ഞാൻ എലിസ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് കേട്ടോ. ഓക്കെ, ഞാൻ അത് ഒന്ന് വായിക്കാം ഗൈസ്. ജസ്റ്റ് ഒന്ന് കേട്ടോ. ഞാൻ പകുതിക്ക് നിർത്തി ഗൈസ് കേട്ടോ. ഫ്രം 10 to 15 years old with the company of our loving nuns. എൻ്റെ പൊന്നെ, ഇത്രയും നോണ അവിടെ എഴുതണ്ടാറുണ്ട് ഗൈസ് കേട്ടോ. ലവിങ് നൺസ്. എൻ്റെ പൊന്നെ, ഇത്രയും നോണ പറഞ്ഞിട്ട് ഈ ഒരു സ്കൂളിൽ വിട്ട്. നല്ല സ്കൂളാണ് ഗൈസ് കേട്ടോ, പക്ഷേ ഇച്ചിരി ദുഷ്ടന്മാരായ നണ്ണുകൾ എന്നാ ഇവിടെ ഉള്ളത് ഗൈസ് കേട്ടോ. ഓക്കെ, വണ്ടി നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. C808553 ഇതാണ് വണ്ടി നമ്പർ. ബേസിക്കലി ഒരു ക്യാരവാനാണ് തോന്നുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതൊരു എസ്കേപ്പ് ആണ് ഗൈസ് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഗ്ലൂ എന്തോ ഇട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി ഈ ഡ്രസ്സ് ഫുൾ എടുക്കണം നന്ന് കേട്ടോ. ഇപ്പം നന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിപ്പോൾ കയറിയിരിക്കണം ഗൈസ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ബെല്ലടിക്കാം. കണ്ടോ? അപ്പോൾ ഈ ഒരു ബെല്ല് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തുണിയൊക്കെ അലക്കി കഴിഞ്ഞെന്ന ആണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗൈസ് കേട്ടോ. ഇപ്പോൾ ഈ നന്ദി ഇവിടെ നിന്ന് തുണി എടുത്ത ശേഷം കട കടച്ചിട്ട് നന്നങ്ങ് പോവും ഗൈസ് കേട്ടോ. ഇത് അടിയിൽ നിന്നുള്ളൊരു ബെല്ലാണ് ഗൈസ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം അടിക്കാൻ ഒക്കത്തേ ഉള്ളൂ ഈ ഒരു ഇടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഉണ്ട്. ഇത് നമുക്ക് ഗൈസ് നന്നങ്ങനെ പോവാ ഗൈസ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമുക്ക് പിന്നെ കാണാം. ഞാനിവിടെ പെട്ട് ഗൈസ് കേട്ടോ. ഇനി എനിക്കിവിടെ അകത്ത് കയറേണ്ട എങ്ങനെയാണെന്നും പോലും മനസ്സിലാവുന്നില്ല ഗൈസ് കേട്ടോ. ഞാൻ ഇനി അകത്ത് എങ്ങനെ പോകുമെന്ന് ഒരു ഉദ്ദേശവും ഇല്ല ഗൈസ്. ഞാൻ എങ്ങനെ പോകുമെന്ന് ഗൈസ്. ഇതൊരു ലോണ്ടറി റൂം. ഇത് അടച്ചിട്ടേക്കാണ്. ഞാൻ ഫുള്ള് പെട്ട് ഗൈസ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു ട്രില്ലിന് വേണ്ടി കയറി വന്നതാണ് ഗൈസ് കേട്ടോ. ഈ കടകും തുറക്കത്തില്ല. പെട്ട് ഗൈസ്, പെട്ട്. ഇതൊക്കെയാണ് ഇതൊരു എന്തുവാ എവിടെയെങ്കിലും ഇവിടെ എന്തുവാ. ഓ ഹൈഡ്. ഇങ്ങനെ താക്കോല് വേണം ഗൈസ് കേട്ടോ. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എനിക്കിവിടെ സൗണ്ട് ആക്കിയെങ്കിലും നന്ദിനെ ഇവിടെ വിളിക്കാറുണ്ട്. എന്തെങ്കിലും തിന്നുന്നില്ല. ഓ, ബഞ്ച് ഓഫ് കീസ്. ദൈവം, എന്തെങ്കിലും കിട്ടിയല്ലോ. ഓക്കെ, ഞാനിവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നണ്ണ് വരും ഗൈസ് ഇപ്പോൾ കേട്ടോ. ദൈവമേ, ഒന്ന് വാടേ. ഒന്നുകൂടെ സൗണ്ട് ആക്കാം. ഓക്കെ, വരും. 3 സൗണ്ട് ആക്കി ഗൈസ്. വരുമായിരിക്കും ഗൈസ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറേ പിള്ളേറിനൊക്കെ പിടിച്ചിട്ടേക്കുണ്ട് ഗൈസ് കേട്ടോ. ഓക്കെ, അത് എവിടെയാണ് നമുക്ക് അറിയത്തില്ല. ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. മറ്റേ ലോണ്ടറി റൂം എന്ന് എഴുതിയിട്ടില്ല. ആ റൂമിൽ ഇവർ കുറേ കുട്ടികളിനെ ഇവരുടെ അടിമയാക്കി ജോലി ചെയ്യിപ്പിക്കുകയാണ് ഗൈസ് കേട്ടോ. അപ്പോൾ അവരെ രക്ഷിച്ചുകൊണ്ട് പോകാനാണ് ഈ ഒരു ഗെയിമിൻ്റെ റൂൾ എന്ന് പറയുന്നുണ്ട് ഗൈസ് കേട്ടോ. താക്കോലൊന്നും വേണ്ട ഗൈസ് എനിക്ക്. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. ഈ നണ്ണ് എന്താ വരാട്ടെ. ഓ യു നീഡ് എ ബഞ്ച് ഓഫ് കീസ്. ഇതല്ലേ ബഞ്ച് ഓഫ് കീസ്? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് തുറന്നിരിക്കുകയാണ്. ദുഷ്ട നന്നെ. ഇനി എനിക്ക് ഈ കീയുടെ ആവശ്യമില്ല. ഇത് എവിടെയെങ്കിലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഡോറ് തുറന്നിരിക്കുകയൊക്കെ. ഞാൻ ഒരു പൊട്ടനാണ് ഗൈസ് കേട്ടോ. ഈ ബഞ്ച് ഓഫ് കീസ്, ഇതൊരു ബഞ്ച് ഓഫ് കീസാണ്. ഇവിടെയും ബഞ്ച് ഓഫ് കീസ്. ആ താക്കോൽ ഇതിൻ്റെ ആയിരുന്നു ഗൈസ് കേട്ടോ.
ഓക്കെ, ഇപ്പോൾ സേഫായി. ഇനി ലോണ്ടറി റൂമിൻ്റെ താക്കോലും കൂടെ കിട്ടണം ഗൈസ്. ഓക്കെ, ഈ ഡോറിൻ്റെ ഇതായി ഗൈസ്. ഞാൻ ഫൈനലി പുറത്ത് വന്നു ഗൈസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷനൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ എൻ്റെ പേര് എഴുതി ഗൈസ്, കണ്ടോ, വിജയ് കണ്ടോ. ഓക്കെ, വിജയ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനി നമുക്ക് മോളോട്ട് പോകണം ഗൈസ് കേട്ടോ. നന്ദി ഇവിടെ ഇല്ലാണ്ട് തോന്നുന്നു ഗൈസ് കേട്ടോ. ഓക്കെ, ഓ സൗണ്ടൊക്കെ ആയിക്കൊണ്ട് നമ്മൾ പോകുകയാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തുവാ? ഓ ബ്രൂം. അങ്ങനെ നമുക്ക് ബ്രൂം കിട്ടിയിരിക്കുകയാണ്. ബ്രൂം മീൻസ് ചൂല് ഗൈസ് കേട്ടോ. ഇവിടെ പോകണം. എവിടെ പോകണം ഗൈസ്? ഇവിടെ കിച്ചൺ. ഈ കിച്ചണിൽ പോയിട്ട് നമുക്കത് എവിടെയോ നമുക്ക് എന്തോ മറ്റേ ആ ഒരു ഇത് കിട്ടും, നമ്മുടെ ഇലക്ട്രിസിറ്റി ഓൺ ആക്കാൻ വേണ്ടി. ബ്രൂം ഇവിടെ ഇരിക്കട്ടെ. ഓ നന്ന് വന്ന് ഗൈസ് കേട്ടോ. എന്താണ് ഈ മറ്റേ ഡോറ് തുറന്ന് തരാത്ത എനിക്ക്? എന്തോ കാണിക്കുക. പോയി പല്ലി കാര്യം എന്തോ കാണിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതിവിടെ ഓക്കെ, ആ ഗേറ്റ് തുറന്നാൽ നമുക്ക് ആ ബ്രൂം നമുക്ക് എന്തോ അവിടെ യൂസ് ആവത്തേ ഉള്ളൂ ഗൈസ് കേട്ടോ. താഴെ പോവാം. ഇവിടെ വീടല്ലേ, ഇവിടെ വീണാൽ തീക്കകത്ത് നമ്മൾ കത്തിപ്പോവാണ് ചെയ്യുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, എനിക്ക് ഇച്ചിരി പനിയാണ് ഗൈസ് കേട്ടോ. ഇന്ന് ഞാൻ എക്സാമാണ് പറഞ്ഞിട്ടൊരു ചാനൽ ഇനി എന്തോ വീഡിയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ് എനിക്കിന്ന് പനിയാണ് ഗൈസ് കേട്ടോ. ഇന്ന് മാത്സിൻ്റെ എക്സാം ആയിരുന്നു, അപ്പോൾ അത് ഞാൻ എഴുതിയില്ല ഗൈസ്. ഓക്കെ, നാളെ ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൈസ് ഞാൻ പോകണ്ടേ. ഓക്കെ, മറ്റേ ആ പുറത്ത് ഇലക്ട്രിസിറ്റി ഓണായി. ഈ ഒരു സ്വിച്ച് നിൽക്കുക. ഓക്കെ, തുറന്നു. കസേര കയറി. എവിടെ ഗൈസ്? ഓക്കെ, അല്ലേ? ഓ ഗൈസ്, ഇത് തുറക്കണം ഗൈസ് കേട്ടോ. ഇപ്പം നണ്ണ് അവിടെ നിന്ന് വരും ഗൈസ് കേട്ടോ. ഇപ്പോൾ ഈസി മൂഡിൽ വല്ലതും ആണെങ്കിൽ ഇപ്പം നമ്മൾ നണ്ണ് തട്ടിയിട്ടാണ് ഗൈസ് കേട്ടോ. ഓക്കെ, ഇതുവഴിയേ നമ്മൾ പുറത്ത് വന്നു ഗൈസ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഞാൻ. അപ്പം നന്ദി ഇവിടെ മോളോട്ട് പോകട്ടെ. നമുക്ക് ഇവിടുത്തെ ഒരു നമ്മുടെ മറ്റേ എലീസ വന്നു ഗൈസ് കേട്ടോ. എലീസ ആ വണ്ടിയുടെ സൗണ്ടാണ് ഗൈസ് കേട്ടത്. ഇത് ആ മോളോട്ട് പോകണം. ആ മോളോട്ടിട്ട സ്ഥലം എവിടെയാണെന്ന് നോക്കാം ഗൈസ്. പകുതി എസ്കേപ്പെങ്കിലും ഞാൻ ഇവിടെ ചെയ്യും ഗൈസ് കേട്ടോ. ഇവിടെ ഒരു ലിഡുണ്ട്. ലിഡ് വഴി പോയാൽ എവിടെ എത്തും അറിയത്തില്ല ഗൈസ് എന്തുവാണ്. ദൈവത്തിനറിയാതെ എന്തുവാണ്. പകുതി എസ്കേപ്പെങ്കിലും ഞാൻ ഈ ഗെയിമിനായിട്ട് ചെയ്യും ഗൈസ്. എനിക്ക് പനിയാണ്, എന്നാൽ ഞാൻ ഫുൾ എഫേർട്ട് എടുത്ത് ഞാൻ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യും. പകുതി കംപ്ലീറ്റ് ചെയ്യും ഗൈസ് കേട്ടോ. ഫുള്ളല്ല, പകുതി കംപ്ലീറ്റ്. ഈസിയാണ് ഗൈസ് കേട്ടോ. ചെറിയ ഒരു എക്സ്പേർട്ട് വേണമെന്നേ ഉള്ളൂ ഗൈസ്. നണ്ണിൻ്റെ നടത്തം കണ്ടോ? ഇതാണ് എന്ത് വട്ടാണ്, ഇച്ചിരി കിറിങ്ങിയ നണ്ണാണ് ഇത്. ഓ ഇങ്ങനെ അടിയിൽ കൂടെ നമുക്ക് പോയിട്ട് കാര്യമില്ല, സ്ഥലമില്ല. ഓ ആ മുകളിലത്തെ സ്ഥലം ഇവിടെ ഗൈസ്. ആ മുകളിൽ പോയാൽ നമുക്കിത് അവിടെ നിന്ന് താഴെ ഇടണം ഗൈസ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ തിരക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ് കേട്ടോ. ബിക്കോസ് ഫീവറും കൂടെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഒത്തിരി എഫേർട്ട് എടുക്കും. ഇത് നന്നിൻ്റെ ബാത്റൂമാണ്. ഇത് ലോക്ക്. ഇത് എൻ്റെ റൂമാണ്. എൻ്റെ റൂമും ലോക്ക്. ഇതാണ് ഗൈസ് എൻ്റെ റൂമല്ല, നന്നിൻ്റെ റൂമാണ്. ഓ ഈ നമ്മൾ വന്ന സ്ഥലത്തേ എത്തി. ഇവിടെ നമ്മുടെ റൂം. ഇവിടെ ബഞ്ച് ഓഫ് കീസ്. ഞാൻ ബഞ്ച് ഓഫ് കീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ബഞ്ച് ഓഫ് കീസ് എടുക്കാം.
ഓ നമ്മൾ ഇത് ഏതിൻ്റെ ഇതറിയോ നമ്മളിതാ ഈ എന്തുവാ എനിക്ക് തോന്നി ഈ ബഞ്ച് ഓഫ് കീസ് 2 ഡോറിലായിരിക്കും ഇത് യൂസ് ആവുന്നത്. ഒന്ന് നമ്മുടെ മറ്റേ ആ ഒരു ലോണ്ട്രി റൂമിൽ ആ ഒരു റൂമിൻ്റെ അവിടെ, രണ്ടാമത്തേത് നമ്മുടെ ഈ ഒരു മറ്റേ എന്തുവാ നമ്മുടെ ഈ ഒരു റൂമില്ലേ ഗൈസ്. ഓക്കെ, ഇത് തുറന്നേ, നമ്മുടെ ബ്രൂം ഇവിടെ ഇരിപ്പുണ്ട്, ആവശ്യമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പം ഇതിനി എന്താ ചെയ്യുക, ആ ഒരു ഉയരത്തേക്ക് പോയിട്ട് താഴെ ഇടുമ്പോൾ ഇതിനകത്ത് നമ്മുടെ മറ്റേ ആ ഒരു എന്തുവാ ഇതിനകത്ത് മറ്റേ ആ ഒരു പാഡ്ലോക്ക് ചെയ്യുന്നുണ്ട്, ആ താക്കോലെടുക്കണം ഗൈസ്. എനിക്ക് വാശിയാണ് ഗൈസ് കേട്ടോ, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഹൈറ്റിൽ നിന്ന് വീഴ്ത്തിയാൽ മതിയൊന്ന് വാശിയാണ് ഗൈസ്. എന്താ ചെയ്യാനാ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് എത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് ദിസ് ഇസ് വിജയ് സൈനിങ്.